ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. അപ്പം നമ്മൾ ഈ വീഡിയോയിൽ പാർട്ട് 2 ഓഫ് ഡേ 8 PYQ ബ്ലേഡ്സ് 25 a day ആണ് ഡിസ്കസ് ചെയ്യുന്നത്. Let's move to the next question now. Correlation coefficient lies in between. അടുത്തത്തെ പ്രോബബിലിറ്റിന്റെ ക്ലാസ്സസ് കണ്ടിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഓൾറെഡി അറിയാം, നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഈ ഒരു എക്സാമിൽ മാത്രമല്ല, വേറെ എക്സാംസിലും നമ്മൾ റിപ്പീറ്റഡ്ലി കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കോറിലേഷൻ കോഎഫിഷ്യന്റ് ഏത് വാല്യൂവിനിടയിലാണ് കിടക്കുന്നത് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് മാത്സ് ക്ലാസ്സിൽ ഡിസ്കസും ചെയ്തിട്ടുണ്ട്. ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി അല്ലേ, -1 to 1. Now let's go to the next question. If the regression coefficient of y on x is 2, okay, regression coefficient of y on x is equal to 2, okay, then the regression coefficient of x on y is എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇൻറ്റു y x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. ഇത് കീ റിഗ്രഷൻ പ്രോപ്പർട്ടി ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? നമ്മുടെ അടുത്ത് ഏതാ കാണാൻ പറഞ്ഞിട്ടുള്ളത്? റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഓൺ വൈ അല്ലേ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ബൈ എന്താ റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഓഫ് വൈ ഓൺ എക്സ് വിച്ച് ഇസ് ഗിവൺ ബൈ 2. So the right answer is option A, less than or equal to 1 by 2. Let's move to the next question. See, a circular queue of characters is implemented using a linear array whose first index is 1. The array currently contains the elements D dash dash A, B, C starting from index 1. Okay. A dash denotes empty slot. Okay. If two elements are deleted, two elements എന്ത് ചെയ്യാണ്? ഡിലീറ്റ് ചെയ്യാണ്. ആൻഡ് 3 are added, 3 ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദ ന്യൂ പൊസിഷൻസ് ഓഫ് റിയർ ആൻഡ് ഫ്രണ്ട്? ലെറ്റ്സ് ചെക്ക്. ആദ്യം തന്നെ ഞാൻ എൻ്റെ ഇൻഡെക്സും അതുപോലെ തന്നെ വാല്യൂ എഴുതുവാണ്. ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1 എന്നാണെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. 1 ഡി കിടപ്പുണ്ട്, പിന്നെ ഡാഷ് ഡാഷ് എ ബി സി. സോ ഇതാണ് കറന്റ്ലി എൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, then 2 empty, 3 empty, then 4 5 6. ഇനി റിയർ ഏതായിരിക്കും ഇതിനകത്ത്? ഇതായിരിക്കും റിയർ എന്ന് പറയുന്നത്, 6th പൊസിഷൻ, കാരണം അതാണല്ലോ ലാസ്റ്റത്തെ തന്നിട്ടുള്ളത്. സോ നിങ്ങൾ നോക്കൂ, നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള 2 elements are deleted and 3 are added. ആദ്യം 2 elements ഡിലീറ്റ് ചെയ്യണം. 2 elements ഡിലീറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഇപ്പൊ ഫ്രണ്ട് എടുക്കുന്നത് ഇൻഡെക്സ് 1 സോ ഐ ഹാവ് ടു ഡിലീറ്റ് 2 elements. ഫസ്റ്റ് എലമെന്റ് ഞാൻ ഡിലീറ്റ് ചെയ്യും. പിന്നെ ഞാൻ നോക്കുമ്പോൾ എന്ന് പറയാൻ 2 empty സ്ലോട്ട്സ് ആണ് എനിക്ക് കാണുന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ നെക്സ്റ്റ് എലമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു 4th ഇൻഡെക്സിൽ കിടക്കുന്ന എ ആയിരിക്കും. സോ ഇവിടെ 2 സ്ഥലത്ത് ഇപ്പൊ ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ empty സ്ലോട്ട്സ് ആയിട്ട് തീരും. അപ്പൊ ഫ്രണ്ട് എന്നുള്ളത് ഇവിടുന്ന് മാറിയിട്ട് 5 ആയി തീരും. എന്റെ പുതിയ ഫ്രണ്ട് എന്ന് പറയുന്നത് ക്യൂവിന്റെ ഫ്രണ്ട് ഇതാണ്. സർക്കുലർ ക്യൂ ആണ് കേട്ടോ, അത് മറക്കരുത്. സർക്കുലർ ക്യൂ ആണ്. ഓക്കെ, ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയുന്നു വിചാരിക്കുന്നു. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? 3 elements ആഡ് ചെയ്യണം. ഇപ്പൊ ഫ്രണ്ട് ഇതാണ്, റിയർ ഇതാണ്. റിയർ ഇതാണെങ്കിൽ നെക്സ്റ്റ് 3 elements ഞാൻ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ റിയർ ഇവിടുന്ന് മാറിയിട്ട് ഫസ്റ്റ് തന്നെ എങ്ങോട്ട് മാറും? 1ലേക്ക് മാറും. ഇവിടെ ഞാനൊരു എലമെന്റ് എന്ത് ചെയ്യും? ഇൻസേർട്ട് ചെയ്യും, x1. ഇനി 3 elements ആണ് ആഡ് ചെയ്യുന്നത്. സെക്കൻഡ് എലമെന്റ് ഇൻസേർട്ട് ചെയ്തു, റിയർ ചേഞ്ച് ചെയ്തു. തേർഡ് എലമെന്റ് ഇൻസേർട്ട് ചെയ്തു, റിയർ ചേഞ്ച് ചെയ്തു. സോ ഇപ്പം എൻ്റെ റിയർ എന്ന് പറയുന്നത് എത്രയാണ്? 3യിലാണ് കിടക്കുന്നത്, കണ്ടോ? പിന്നെ നോക്കൂ, ഫ്രണ്ട് എന്ന് പറയുന്നത് എത്രയിലാണ് കിടക്കുന്നത്? 5യിലാണ് കിടക്കുന്നത്. സോ റിയർ ആൻഡ് ഫ്രണ്ട് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യാൻ വേണ്ടി പറയാണ്. വാട്ട് ആർ ദ ന്യൂ പൊസിഷൻസ് ഓഫ് ചോദിച്ചിട്ടുള്ള ഓർഡർ ഇമ്പോർട്ടന്റ് ആണ്. റിയർ ആൻഡ് ഫ്രണ്ട്, റിയർ ആൻഡ് ഫ്രണ്ട്. 3,5 എന്നാണ് നമ്മൾ ആൻസർ ചൂസ് ചെയ്യേണ്ടത്. ഫ്രണ്ട് ആൻഡ് റിയർ എന്നുള്ളത് മൈൻഡിൽ വെച്ചിട്ട് നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് 5 and 3 അബദ്ധത്തിൽ ചൂസ് ചെയ്യരുത്. ദിസ് ഈസ് റോങ്. ബിക്കോസ് ഇതിനകത്ത് ക്വസ്റ്റിനകത്ത് തന്നിട്ടുള്ള ഓർഡർ ഏതാണെന്ന് പ്രത്യേകം നോട്ട് ചെയ്യണം. എന്നിട്ട് മാത്രം ബബിൾ ചെയ്യുക. ബബിൾ ചെയ്ത ശേഷം തലയ്ക്ക് കൈവച്ചിട്ട് കാര്യമില്ല. ഓക്കെ, ഐ ഹോപ്പ് യു ഗോട്ട് ദിസ്. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
The postfix expression for the infix expression x power y divided by brackets 5 into z plus 10 is, അതായത് ഇൻഫിക്സ് ടു പോസ്റ്റ്ഫിക്സ് കൺവേർഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള കൺവേർഷൻ അത് തന്നെയാണ്. ബാക്കിയുള്ളതെല്ലാം കമ്പാരിറ്റീവ്ലി ഈസി ആണ്, കുറച്ചും കൂടി അൽഗോരിതം വൈസ് നോക്കുമ്പോൾ. അപ്പൊ നമുക്ക് ഇത് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഷോർട്ട് കട്ട്സ് അപ്രോച്ചസ് ഉണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഓപ്പറേറ്റർ പ്രസിഡൻസിന്റെ ബേസിൽ ഓപ്പറേഷൻസിന്റെ ഓർഡർ ഐഡന്റിഫൈ ചെയ്യണം. ഓപ്പറേറ്റർ പ്രസിഡൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ഏതൊക്കെയാണ് വരുന്നത്? ഇവിടെ എക്സ്പോണൻസിയേഷൻ ഓപ്പറേറ്റർ വരുന്നുണ്ട്. എക്സ് പവർ വൈ ചെയ്തതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള ഓപ്പറേഷൻസ് നടക്കുള്ളൂ. സോ എനിക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? ഏറ്റവും ഹയസ്റ്റ് പ്രസിഡൻസ് ഉള്ളത് അല്ലെങ്കിൽ ഫസ്റ്റ് ഓപ്പറേഷൻ നടക്കുക എക്സ് പവർ വൈ ആയിരിക്കും. സോ എക്സ്പൊണൻസിയേഷൻ ഓപ്പറേറ്റർ ആയിരിക്കും ഫസ്റ്റ് വരുന്നത്. ദെൻ അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നടക്കുന്നുണ്ടായിരിക്കും ഡിവൈഡഡ് ബൈ ഉണ്ട് എങ്കിലും ബ്രാക്കറ്റ്സിനകത്ത് ഒരു ഓപ്പറേഷൻ നടക്കുന്ന വേണ്ടിയില്ലേ, ബ്രാക്കറ്റ്സിനകത്ത് ഓപ്പറേഷൻ നടക്കുന്നതുകൊണ്ട് സെക്കൻഡ് നടക്കാൻ പോകുന്ന പാരാന്തസിസിനകത്തുള്ള ഈ സ്റ്റാർ ഓപ്പറേഷൻ വിച്ച് ഇസ് മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്റർ. ഓക്കെ, അതായിരിക്കും നടക്കുക. ഇപ്പൊ എക്സ് പവർ വൈയും വൈ ഇൻറ്റു സിയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ഓബ്വിയസ്ലി ഡിവൈഡഡ് ബൈ എന്നുള്ള ഓപ്പറേഷൻ, ഡിവിഷൻ ഓപ്പറേഷൻ ആണ് നടക്കുക. ആൻഡ് ഫൈനലി ദർ വിൽ ബി ദിസ് അഡീഷൻ, ഏറ്റവും അവസാനം. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഓരോന്നും ഇവിടെയാണ് നടക്കുന്നത്. എക്സ് പവർ വൈ, എക്സ് പവർ വൈനെ നമ്മൾ എങ്ങനെ കൺവേർട്ട് ചെയ്യണം? എക്സ് പവർ വൈ എന്നാണ് തന്നിട്ടുള്ളതെങ്കിൽ ദിസ് ഹാസ് ടു ബിക്കം എക്സ് വൈ പവർ. ഓക്കെ, പോസ്റ്റ്ഫിക്സിലേക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്, അതായത് ഓപ്പറൻസ് കഴിഞ്ഞിട്ട് വേണം ഓപ്പറേറ്റർ എഴുതാനായിട്ട്. ഇനി നെക്സ്റ്റ് ഇൻറ്റു വരുന്നത് എവിടെയാണ്? 5 ഇൻറ്റു സി അല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളത്, ഇസഡ്. സോ ഇവിടെ നമ്മൾ എന്ത് എഴുതും? 5 സി ദെൻ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്റർ. ഇനി ഡിവിഷൻ ആണ് നെക്സ്റ്റ് വരുന്നത്. ഡിവിഷൻ നെക്സ്റ്റ് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഈ ഒരു ഓപ്പറേഷൻ ഉണ്ട്, പിന്നെ ഈ ഒരു ഓപ്പറേഷൻ ഉണ്ട്. ദെൻ നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ നടത്തിയ എക്സ്പൊണൻസിയേഷനും മൾട്ടിപ്ലിക്കേഷനും ശേഷം എന്ത് ചെയ്യണം? അപ്പൻഡ് ചെയ്യണം ഡിവിഷൻ. അതായത് ഡിവിഷൻ അപ്പൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ആയി തീരും: എക്സ് വൈ എക്സ്പൊണൻസിയേഷൻ 5z മൾട്ടിപ്ലിക്കേഷൻ ദെൻ ഡിവിഷൻ ഓപ്പറേഷൻ. ഓക്കെ, ഫൈനലി ഏതാണ് വരുന്നത്? പ്ലസ് അഡീഷൻ അല്ലേ വരുന്നത്? പ്ലസ് 10 എന്നൊരു സംഭവം വരുന്നുണ്ട്. അതെന്താണ് ചെയ്യേണ്ടത്? ഏറ്റവും എൻഡിൽ അപ്പൻഡ് ചെയ്യുക. ദാറ്റ് ഈസ് എക്സ് വൈ എക്സ്പൊണൻസിയേഷൻ 5z മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ 10 പ്ലസ്. അതായത് ഒരു എൻറ്റയർ പ്രസിഡൻസ് ടേബിൾ ഒന്നും വരയ്ക്കാതെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഇൻഫിക്സ് എക്സ്പ്രഷനെ ഇങ്ങനെ എളുപ്പത്തിൽ പോസ്റ്റ്ഫിക്സ് നൊട്ടേഷൻ ആക്കിയിട്ട് മാറ്റാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഈ ഒരു ഓപ്ഷൻ വരുന്നത് ഏതാണെന്ന് നോക്കുവോ? ഏതാണ് റൈറ്റ് ആൻസർ? എക്സ് വൈ, ഇതിൽ രണ്ടിൽ ഏതോ ഒന്നായിരിക്കും. 5z സ്റ്റാർ വന്നു, അത് കഴിഞ്ഞ് ഡിവിഷൻ. യെസ്, ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. നിങ്ങൾക്ക് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള കൺവേർഷൻ ആണ് കേട്ടോ എപ്പോഴും ഇൻഫിക്സ് ടു പോസ്റ്റ്ഫിക്സ്. ടഫസ്റ്റ് എന്ന് പറയുന്നതിന് കാരണം വേറൊന്നുമല്ല, ഏറ്റവും കൂടുതൽ പ്രൊസീജിയേഴ്സ് വരുന്നത് അതിനകത്താണ്. അതായത് ഒരു സ്റ്റെപ്സ് ഓഫ് പ്രൊസീജിയേഴ്സ് നമ്മൾ കൺവേർഷന് വേണ്ടിയിട്ട് സിസ്റ്റമാറ്റിക്കലി ഫോളോ ചെയ്യേണ്ട ഒരു കൺവേർഷൻ ആണ് അത്. ബാക്കിയുള്ളതിനൊക്കെ 2-3 സ്റ്റെപ്സേ ഉള്ളൂ എങ്കിൽ ഏകദേശം അറൌണ്ട് ഒരു 7 സ്റ്റെപ്സ് എന്താ പറയാ ഇതിനകത്ത് വരുന്നുണ്ട്. അതാണ് നമ്മളൊരു ഷോർട്ട് കട്ട് വഴി ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The maximum degree of any vertex in a simple graph with n vertices is. മാത്തമാറ്റിക്സ് കഴിഞ്ഞിട്ട് ഡേറ്റ സ്ട്രക്ചറിലേക്ക് നമ്മൾ ജമ്പ് ചെയ്തത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ മാക്സിമം ഡിഗ്രി ഓഫ് എനി വെർട്ടെക്സ് ഇൻ സിമ്പിൾ ഗ്രാഫ് വിത്ത് n vertices is ഓഫ് കോഴ്സ് ഓപ്ഷൻ ബി n-1. ഇത് നമുക്ക് ഒറ്റയടിക്ക് അറിയാവുന്നതേ ഉള്ളൂ. നോക്കൂ, സിമ്പിൾ ഗ്രാഫ് ആണ് അല്ലെ? സിമ്പിൾ ഗ്രാഫ് എന്ന് പറയുമ്പോൾ എന്താണ്? അതിനകത്ത് സെൽഫ് ലൂപ്സ് കാണില്ല. അതുപോലെ തന്നെ സെയിം പെയർ ഓഫ് വെർട്ടിസസിന്റെ ഇടയിൽ ഇതൊരു വേർട്ടെക്സ് ആണ്, വേറൊരു വേർട്ടെക്സ് ആണ്, എയും ബിയും വട്ടവർ. സെൽഫ് ലൂപ്സ് കാണില്ല, അതായത് ഇങ്ങനെ കാണൂല, ഇത് കാണില്ല. പിന്നെ 2 വേർട്ടിസസിന്റെ ഇടയിൽ എന്ന് പറയുമ്പോൾ ഒറ്റ ഒരു എഡ്ജേ കാണുള്ളൂ. മൾട്ടിപ്പിൾ എഡ്ജസ് പോസിബിൾ അല്ല.
സോ രണ്ട് വെർട്ടീസസ് അല്ല, ഈ ഒരു സിമ്പിൾ ഗ്രാഫ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പോലും നമ്പർ ഓഫ് വെർട്ടീസസ് എന്ന് പറയുന്നത് 2 ആണ്. ആൻഡ് എന്താ, ഈ രണ്ടെണ്ണത്തിനെയും കണക്ട് ചെയ്യുന്ന ഒറ്റ ഒരു എഡ്ജേ വരുന്നുള്ളൂ. ആൻഡ് ദർ ആർ നോ സെൽഫ് ലൂപ്സ് അറ്റ് ഓൾ. ഓക്കെ, സോ ഇൻ ദാറ്റ് കേസ് നമുക്ക് എന്ത് പറയാം, മാക്സിമം ഡിഗ്രി ഓഫ് എനി വെർട്ടീസസ് ഇൻ ദിസ് സിമ്പിൾ ഗ്രാഫ് എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. 2 വെർട്ടീസസ് ഉണ്ട് ആൻഡ് ഒറ്റ എഡ്ജേ വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഇതിനെ കൺക്ലൂഡ് ചെയ്ത് പറയാം, ദ മാക്സിമം ഡിഗ്രി ഓഫ് any vertex in a simple graph with n vertices is n minus 1. I'm winding up this session here. The rest of the questions will be discussed in the next part. So here I am signing off, your study partner Click. Stay focused on what really matters.